IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസലെ ബംഗളൂരു വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. ഇവന്റ് മാനേജ്മെന്റ് അംഗം സുനിൽ മാത്യുവും അറസ്റ്റിലായിട്ടുണ്ട്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിൽ പോയി എന്നും പോലീസ് അറിയിക്കുന്നു. മുഹമ്മദ് റഗീസ് ബംഗളൂരുവിൽ നിന്നും തത്സമയം ചേരുന്നു. റഗീസ്, യഥാർത്ഥത്തിൽ ഈ അറസ്റ്റിന്റെ ഘോഷയാത്രയായിരിക്കുമോ ഇനി വരുന്ന മണിക്കൂറുകളിൽ? വിവരങ്ങൾ. SK അതേതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഉറപ്പായതാണ്. ഇനി വരാൻ പോകുന്നത് അറസ്റ്റിന്റെ ഘോഷയാത്രയാണ്. അതിൽ RCB മാനേജ്മെന്റ് പെടും, ഒപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീം പെടും. മാത്രമല്ല കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ടവരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലിപ്പോൾ എന്തായാലും 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇത് RCBയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജിംഗ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം നിഖിൽ സോസലെ അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. ബാക്കി 3 പേരും ഇവന്റ് മാനേജ്മെന്റ് ടീമിലെ അംഗങ്ങളാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ KCA അതായത് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ശങ്കർ, ഒപ്പം തന്നെ ട്രഷറർ ജയറാം എന്നിവരെ തിരക്കി പോലീസ് ഇന്ന് രാവിലെ തന്നെ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്തി. പക്ഷേ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇവരെയും എന്തായാലും വരും മണിക്കൂറുകളിൽ ഇവരെ ഇവരെ പിടികൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 പേരെയാണ് മുഴുവനായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ DNA അതായത് ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമായിട്ടുള്ള DNA ആണ് പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. RCB മാനേജ്മെന്റ് 3-ാം തീയതി വൈകിട്ട് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച് വിക്ടറി പരേഡും മറ്റ് ആഘോഷങ്ങളും സംബന്ധിച്ച് ഒരു അനുമതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിന് പോലീസ് ഔദ്യോഗികമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശേഷം ഈ DNA ഇവന്റ് മാനേജ്മെന്റിനെ ഈ പരിപാടി ഒന്നാകെ ഏൽപ്പിക്കുന്നു. അവരാണ് ഈ പരിപാടിയുടെ മറ്റുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ഫ്രീ പാസ് ലഭിക്കും, ഒപ്പം തന്നെ ഫ്രീ ആയിട്ടും അവിടെ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും വലിയ ആഹ്വാനം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ KCAയുടെ ഭാരവാഹികൾ കൂടി അറസ്റ്റിലാകാനാണ് സാധ്യത. SK. താങ്ക് യു. മുഹമ്മദ് റഗീസാണ് വിവരങ്ങൾ നൽകിയത്.